ഈ ചില ലീഗ് പരിപാടികൾ കാണുമ്പോൾ നമുക്ക് ചിരിച്ച് 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 നമുക്ക് വയ്യാണ്ട്. കാരണം ഞങ്ങൾ മുമ്പ് പറഞ്ഞതാണ്, അതിൻ്റെ അപ്ഡേറ്റാണിത്. അതായത് ഞങ്ങൾ പറഞ്ഞെന്താണ്, ലീഗിന് 3-ാം സീറ്റ് കൊടുക്കേണ്ടത് ന്യായമാണ്. അത് കോൺഗ്രസ് നേതാക്കൾ വരെ പറയുന്നുണ്ടായിരുന്നു. 4-5 സീറ്റ് കൊടുത്താലും അതിനുള്ള അർഹതയൊക്കെ ലീഗിനുണ്ട്. എന്നാലും 3-ാം സീറ്റെങ്കിലും ലോക്സഭയിലേക്ക് കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളും ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഫലത്തിൽ 3-ാം സീറ്റ് ഇല്ല. ഇത്രയും ചർച്ച നടത്തി ഞങ്ങൾ വാശി പിടിച്ച് ബാർഗെയിൻ ചെയ്യും, ഞങ്ങൾ 3-ാം സീറ്റിങ് എടുക്കും എന്നൊക്കെ പറഞ്ഞ മുസ്ലിം ലീഗിനെ കോൺഗ്രസ് മൂലയ്ക്കൊതുക്കി. അപ്പൊ ലീഗ് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് കോൺഗ്രസിന് മനസ്സിലായി, അല്ലേ? അതല്ലേ സംഭവിച്ചത്. ഇപ്പൊ എന്താ, ഇപ്പോഴത്തെ ഫോർമുലയാണ്, സമവാക്യമാണ് നമ്മളെ ചിരിപ്പിക്കുന്നത്. അതായത് ഈ ജൂണിൽ ഇപ്പോഴത്തെ ലീഗിന്റെ രാജ്യസഭാ അംഗം PV അബ്ദുൾ വഹാബ് MP കാലാവധി ജൂണിൽ തീരും, സ്ഥാനം ഒഴിയേണ്ടി വരും. ഒഴിവരുമ്പോ ആ സീറ്റിങ് കോൺഗ്രസിന് എടുക്കും. എന്നിട്ട് ഈ ഉടനെ ഒഴിവരുന്ന ഒരു രാജ്യസഭാ സീറ്റ് ലീഗിന്. പരമസുഖം, ലീഗ് കൈയടിച്ച് പാസ്സാക്കി. ഫലത്തിൽ എന്താണ്, ലീഗിന് പുതിയ സീറ്റില്ല, 3-ാം സീറ്റില്ല. ലീഗ് ഇത്ര മണ്ടന്മാരാകുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മുമ്പ് രാജ്യസഭയിലേക്ക് 2 MP വരെ ലീഗിനുണ്ടായിരുന്നു. അത് പിന്നെ ഒന്നായിട്ട് ചുരുങ്ങി, അത് ചുരുക്കി കോൺഗ്രസ്. എന്നിട്ട് ഇപ്പൊ എന്താ കേൾക്കുന്നത്, ഇപ്പൊ എന്താ, ലീഗിന് നിലവിൽ 2 ലോക്സഭാ സീറ്റും 1 രാജ്യസഭാ സീറ്റുമുണ്ട്. പൊന്നാനി മലപ്പുറത്തു നിന്നുള്ള MP, ലോക്സഭയിൽ ETയും സമദാനിയും, രാജ്യസഭയിൽ വഹാബും ഉണ്ട്. മുമ്പ് ലോക്സഭയിൽ 2 സീറ്റും രാജ്യസഭയിൽ 2 സീറ്റും ഉണ്ടായിരുന്ന കാലം ലീഗിനുണ്ടായിരുന്നു, UDFിൽ നിൽക്കുമ്പോൾ തന്നെ. പിന്നെ അത് 4-ൽ നിന്ന് 3 ആയത്, 2 ലോക്സഭ 1 രാജ്യസഭയാക്കി. അപ്പൊ ഫലത്തിൽ ലീഗിന് 4 ഉണ്ടായിരുന്നത് ഇതിനകം തന്നെ കോൺഗ്രസ് അത് 3 ചുരുക്കി കളഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്താ, ലീഗ് എന്തോ നേടിയെന്നാണ്. ഏത് പുതിയൊരു രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് തരും, ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറായി. അപ്പം ചിരിക്കാതിരിക്കാൻ വയ്യ. ഇതെന്തൊരു കണക്കായി, പാണക്കാട്ടെ കണക്ക്, ലീഗിലെ മലപ്പുറത്തെ ലീഗിന്റെ കണക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഫലത്തിൽ ഇപ്പൊ എന്തായി, നമ്മളത് മുഴുവൻ നോക്കുക കാര്യങ്ങൾ. വഹാബ് സ്ഥാനം കാലാവധി കഴിയുമ്പോൾ ആ സീറ്റ് ലീഗിന് കിട്ടത്തില്ല. കോൺഗ്രസിന് വരുന്ന ഒരു സീറ്റ് ലീഗിന് കൊടുക്കും, രാജ്യസഭ ഒഴിവില്ല. പിന്നെ 2 ലോക്സഭാ സീറ്റും. അപ്പൊ ഫലത്തിൽ ലീഗിന് 3 സീറ്റ് മാത്രം. നിങ്ങൾ എന്തിനാണ് ചർച്ചയ്ക്കാൻ പോയത് ലീഗേ? പാണക്കാട്ടെ തങ്ങളോട് ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ചർച്ചയ്ക്കാൻ പോയത്? നിങ്ങൾ 1 ഇഞ്ച് കഴമ്പെന്തെങ്കിലും നിങ്ങൾ നേടിയോ ഈ ചർച്ചയിൽ? കോൺഗ്രസ് നിങ്ങളെ കൃത്യമായിട്ട് ഒതുക്കി മൂലക്കിരുത്തി. നിങ്ങൾ മൂലക്കിരുന്നോളൂ എന്ന് അവർക്കറിയാം. അതല്ലേ സംഭവിച്ചത്? ഇത്ര നാണം കെട്ട ഒരു പാർട്ടി. നിങ്ങൾ അണികളെ ഇതെങ്ങനെ ബോധ്യപ്പെടുത്തും? അതാ ഞങ്ങൾ നേരത്തെ ഒരു സ്റ്റോറി പറഞ്ഞ പോലെ, അണികളുടെ അമർഷം ഉണ്ടല്ലോ, ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്, തിളച്ച് പൊന്തുന്നുണ്ട്. അത് ലീഗിന്റെ നേതാക്കൾ കാണുന്നുണ്ടോ? മലപ്പുറത്ത്, പൊന്നാനിയിൽ പ്രത്യേകിച്ച് അണികളുടെ രോക്ഷം ഉണ്ടല്ലോ. നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ഇടതുകാലിലെ മന്ത് വലതുകാലില്, മുന്നിൽ കിടക്കുന്ന ടയർ എടുത്ത് വണ്ടിയുടെ പിന്നിലിടുക, പിന്നിലെ ടയർ മുന്നിലിടുക. ഈ പരിപാടി, നിങ്ങൾ കാണിക്കുന്ന പരിപാടി സാമാന്യം ലീഗിലെ സാമാന്യം പ്രവർത്തകർക്കും ചെറുപ്പക്കാർക്കും മനസ്സിലാവുന്നുണ്ട്. അവർക്കറിയാം എങ്ങനെ പ്രതികരിക്കണമെന്ന്. നിങ്ങളുടെ ഈ പരിപാടി ഉണ്ടല്ലോ, ഈ പരിപാടി അധികാരം മുന്നോട്ട് പോകത്തില്ല, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഇതെന്തൊരു പരിഹാസ കഥയാണ് ഈ അരങ്ങേറിയത്, പരിഹാസ എപ്പിസോഡ്. നിങ്ങൾ മലമറിക്കുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു എലിയെപ്പോലും അവിടെ നിന്ന് പിടിച്ച് പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതായിരുന്നു നിങ്ങളുടെ ലോക്സഭ സീറ്റ് ചർച്ച. എന്തൊക്കെയായിരുന്നു ബഹളം. മലപ്പുറം കത്തി പവനായി അവസാനം. ഇത്രയേ ഉള്ളൂ മുസ്ലിം ലീഗ്, അല്ലേ?